ദുരന്ത മേഖലയിൽ ഭക്ഷണ വിതരണത്തിൽ വീഴ്ച വന്നെന്നുള്ള പരാതി വ്യാപകമായി ഉയരുകയാണ്. ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെക്കുറിച്ചുള്ള പരാതികളാണ്. ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ നിന്ന് സന്നദ്ധ സംഘടനയെ വിലക്കിയിരുന്നു. പിന്നാലെ ഭക്ഷണ വിതരണം ഇന്ന് കാര്യക്ഷമമായില്ല എന്നാണ് പരാതി. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ, ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും പുറമേ നിന്നുള്ളവരുടെ അനധികൃത പണപ്പിരിവ് ഒഴിവാക്കാനുമാണ് വിലക്കിയത് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. അത് കണ്ടപ്പോഴേ തോന്നി. പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ? കൊള്ളാം, കുറെ കംപ്ലൈന്റ്സ് ഞങ്ങൾ തീർത്തു. ഇങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണം ആവശ്യമില്ല എന്നുള്ള അറിയിപ്പ് നൽകിയിരുന്നു. ആർമി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അത് ഞാൻ നോക്കി കണ്ടുപിടിച്ചു. സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം. അവർ ലഘുഭക്ഷണം ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക. ഡേറ്റ് കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അപ്പോൾ എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടിലാകെ പണം പിരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ആരും ഉത്തരം പറയും? ഫീസിന്റെ കാശ് കളയാന്നല്ലാണ്ട്. ഓ, കാശിനോടൊക്കെ എന്താ സ്നേഹമയ്ക്ക്. കാരണം ഇന്ന് ജനങ്ങളാണെങ്കിൽ എന്തിനും ഏതിനും പണം കൊടുക്കാൻ തയ്യാറായി നിൽക്കുക ഈ രക്ഷാദൗത്യമായിട്ട് ബന്ധപ്പെട്ട്. നിനക്കൊക്കെ എന്ത് കണ്ടാലും അങ്ങനെ തോന്നും. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു നിയന്ത്രണം നിർബന്ധമായിട്ട് വേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആലോചിച്ച് പരസ്യപ്പെടുത്തിയിട്ടുള്ളത്. നിലപാട് അതെന്റെ അവകാശമാണ്. അത് അവിടെ എക്സിബിറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കളക്ടറുടെ ഉത്തരവ്. ഓഹോ, എന്നിട്ടിപ്പോ എല്ലാം ക്ലിയർ ആയോ? മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ജന്മത്ത് നന്നാവില്ല കേട്ടോ. എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. ഈ പാലും പശുവും തമ്മിലേ യാതൊരു ബന്ധവുമില്ല. 3 നേരം ചാപ്പാട് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ചൂടാവുന്നേ, പിന്നെ ചൂടാകാതെ. നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഇവിടെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് രക്ഷാപ്രവർത്തനമാണ് ചെയ്യുന്നത്. നന്നായിട്ട് കായിക അധ്വാനം വേണ്ടി വരുന്നുണ്ട്. അവറ്റകളും ഞങ്ങൾ ഉള്ളതുകൊണ്ടാ ഒരു പണിയും ചെയ്യാത്ത നിങ്ങൾക്കൊക്കെ സർക്കാർ മാസം ഉരുട്ടി അങ്ങോട്ട് തരുന്നത്. അപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു, ഭക്ഷ്യവിഷവാദം ഏറ്റെടുത്തു. അതിന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഒന്ന് തരട്ടെ. വായിൽ വരുന്ന എന്തുവെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണോ? അതെങ്ങനെ എല്ലാം അറിയാന്നല്ലേ ഭാവം. ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല. ഞാനും എന്റെ കുടുംബത്തിനുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി. എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ. ഒരു പ്രയോജനവും ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട. ആദ്യം പറഞ്ഞു ടീഷർട്ട് ധരിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും സൈനോട് കൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ ആദ്യം അംഗീകരിച്ചു, ഞങ്ങൾ അത് ഒഴിവാക്കി. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. ഒഴിവാക്കിയിട്ട് ഭരണസംഘടന എന്താ ചെയ്യുന്നത്? ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഡിവൈഎഫ്ഐ ടീഷർട്ടുമായിട്ട് വരികയാണ്. സോറി, ഗവൺമെന്റ് മണി ആയതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത്. ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം. ഇപ്പോൾ പോലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഒന്ന് സഹായിച്ചൂടെ എന്റെ എന്നെ. സർക്കാർ പറഞ്ഞത് എന്താ? ഇവിടെ സാധനങ്ങൾ കുന്നുകൂടുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കും നിങ്ങൾ കാണുന്നില്ല? ഞാൻ എന്നെ ചൊല്ലരുത്. ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തെരിയൂല്ലേ. ഓരോ കുട്ടികൾ, മുതിർന്നവർ, ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളില്ല, സാധനങ്ങളില്ല എന്ന് പറയുന്ന പരാതി പറയുന്ന അവസ്ഥ അറിയില്ല, അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എല്ലാ UDF MLA-മാരും ഒരു മാസം ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു. നിർബന്ധമാണ് ഇയാൾ മൊട്ടയടിച്ച് കാശിക്ക് അതിലും വലിയ പുണ്യമാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്ത്? സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ 30 വീട് പ്രഖ്യാപിച്ചിട്ടാണ് പറയുന്നത്. നീയാണോ? അതെ, ഞാനാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കാൻ പോയില്ലല്ലോ. നമ്മളിതിലില്ല, കണ്ടാ മതി. സംസ്ഥാന സർക്കാർ വാടക കൊടുക്കുന്ന 50 വീടുകൾ ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞു. 30 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞു. നിനക്കില്ലാത്തതൊന്നും നിന്റെ മോനുണ്ട്, സഹോദര സ്നേഹം. ഈ എല്ലാ കാര്യത്തിലും തീരുമാനമുള്ള സംസ്ഥാന സർക്കാർ എന്താണ് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം? ഈ ആളുകളെ നിരന്തരമായി ക്യാമ്പിലിട്ടാൽ മതി. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഡിസാസ്റ്റർ ടൂറിസവും വേണ്ട, ഡിസാസ്റ്റർ PR വർക്കും വേണ്ട. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇത് കഴിഞ്ഞിട്ട് സമയം എടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം സംവിധായകനോട് സിനിമ പിടിപ്പിച്ചോ, ക്രൈസിസ് മാനേജർ എന്ന് പേര് കൊടുത്തോ, പരാതിയില്ല. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ദുരന്ത ഭൂമിയിൽ നിന്നിട്ട് രാഷ്ട്രീയ നെറുകേട് കാണിക്കരുതെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. ഞാൻ സമ്മതിച്ചിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.